ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഫേസ് പാക്കിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഇരട്ടിമധുരം യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അതായത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടണം. അതുപോലെ തന്നെ നമ്മൾ വീക്കിലി 3 ടൈംസ് എങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, മുഖക്കുരു വന്ന പാടുകളായിക്കോട്ടെ, മുഖത്തെ വൈറ്റ് ഹെഡ്സ് ആയിക്കോട്ടെ, മുഖം ഫുൾ ക്ലിയർ ആവാനൊക്കെ കിടുക്കാച്ചി ഫേസ് പാക്കാണ്. നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ല. ഇതുപോലെ ഒരു ഡപ്പി ഇരട്ടിമധുരത്തിൻ്റെ പൊടിക്ക് 50 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ പൊടി വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാൻ, ഇതെല്ലാ ആയുർവേദ ഷോപ്പിലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഇരട്ടിമധുരപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കഴുത്തിലും മുഖത്തിലും അപ്ലൈ ചെയ്യാനുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം. അപ്പോൾ അരിപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര തരിതരിപ്പുള്ളത് എടുക്കരുത്. ചെറുതായിട്ട് നമുക്ക് ഈ ഇടിയപ്പത്തിനൊക്കെ വാങ്ങില്ലേ, അങ്ങനത്തെ പൊടി നോക്കി എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റാഗിപ്പൊടി ആയാലും മതി. അപ്പോൾ അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ബ്രൈറ്റനിങ് കൂടിയ പോലെ തോന്നും. അതുപോലെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ സ്കിന്നിന് ശരിക്കും ഒരു ഫേഷ്യൽ ചെയ്താലൊക്കെ എങ്ങനെയായിരിക്കും, അതുപോലെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു സ്പൂൺ തന്നെ അരിപ്പൊടി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊന്നല്ലെങ്കിൽ പാല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയ കാരണം ഭയങ്കര ഡ്രൈ ആണ്. അത് കാരണം ഞാനിവിടെ പാലും പാലിൻ്റെ പാടിയും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മിക്സ് ചെയ്യണത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഭയങ്കരമായിട്ട് വെള്ളമായി പോകരുത്. അത് കാരണം നമ്മുടെ മുഖത്ത് ഇതൊരു 10-15 മിനിറ്റോളം വെച്ചാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാല് ചേർക്കണേ, എന്താണ് നിങ്ങൾ ചേർക്കണമെന്ന് വെച്ചാൽ അതും കൂടി ചേർക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഫേസ് പാക്കും കൂടി ആകുമ്പോൾ വല്ല കുരുക്കളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ മുഖമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്യാരറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ് പാക്ക് ഇടുമ്പോൾ കേട്ടോ. അപ്പം നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ മസാജ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാം കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണമയമുള്ള കാരണം നമ്മുടെ സ്കിന്നൊന്നും കൂടി ഡ്രൈ ആവില്ല. അപ്പോൾ അതുപോലെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിലോ കൈമയോ അങ്ങനെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ നമ്മളിത് അലർജി ഇല്ലയെന്ന് കണ്ടതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക. ചിലവർക്ക് ചില ഇതുകൾ ഇട്ട് കഴിഞ്ഞാൽ അലർജി ഉണ്ടാവും. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ യൂസ് ചെയ്ത് കുറച്ച് നേരം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് ഓയിൽ നല്ലൊരു ഓയിലാണ്. അതിൻ്റെ ഉണ്ടാക്കണ വീഡിയോ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാട്ടോ, മുകളിൽ ഐക്കാർട്ടിൽ ഇടാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഓയിലൊക്കെ മസാജ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓയിൽ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഞാനൊന്ന് വാഷ് ചെയ്തിട്ടുള്ളത്, അതായത് സോപ്പൊന്നും ഇട്ട് കഴുകിയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ ചൂടുവെള്ളത്തിലാണ് വാഷ് ചെയ്തേക്കണത്. വെള്ളത്തിൽ എന്തിനാണ് വാഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുമ്പോൾ നമ്മുടെ മുഖത്തിലേക്ക്, നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു എഫക്റ്റീവ് കിട്ടും. അതിപ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ വല്ല തുണി മുക്കിയിട്ട് നമുക്ക് നമ്മുടെ മുഖത്ത് ഒന്ന് തുടച്ച് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് കേട്ടോ ഇതുപോലെയുള്ള ഫേസ് പാക്കുകളൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. നമ്മുടെ മുഖം ഫുള്ള് നല്ല ക്ലിയറായി, നല്ല മിനുസായി, സോഫ്റ്റായി, എന്താ പറയുക, കിടുക്കാച്ചി റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട, ആയുർവേദമാണ്, ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളും വരില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ മാത്രം പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കേണ്ട ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമുക്ക് വീക്കിലി ഒരു 3 ടൈംസ് അടുപ്പിച്ച് വേണ്ട, ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞെന്താണ് കേട്ടോ. അപ്പോൾ ഇത് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കണം, അതാണ് കേട്ടോ ഇത്ര ധൈര്യത്തിൽ പറയണത്. അപ്പോൾ ഞാൻ ഒരു കോട്ട് ഇട്ടപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഡ്രൈ ആയി. അപ്പോൾ ഞാൻ ഒരു കോട്ടും കൂടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളിത് കുളിക്കാനേക്കാളും മുന്നൊക്കെ ഇട്ടിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അതായത് നമ്മുടെ മേത്തൊന്നും ആവില്ല. ഞാൻ അതാണ് കേട്ടോ ഒരു തോർത്തൊക്കെ എടുത്ത് കഴുത്തിലിട്ടേക്കുന്ന ഡ്രസ്സുമ്മേ ആവണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ രണ്ടാമത്തെ കോട്ട് ഇട്ടപ്പോൾ കുറച്ചും കൂടി കട്ടി തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ കോട്ട് ഇട്ടത്. ഇനി നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്.
അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എൻ്റെ മൂക്കൊക്കെ കൊണ്ട് നല്ല സൂപ്പറായി മിനുസായി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബായ്. അപ്പോൾ എന്താ പറയുക, എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.